നമസ്കാരം. എന്ത് കള്ളവും പറയാൻ ഉളുപ്പില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആഡംബര ജീവിതവും ധൂർത്തും ജനങ്ങൾ ഇനിയും അറിയണം. ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം ചീട്ട് കൊട്ടാരം പോലെ പൊളിയുകയാണ്. നിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിന്റെ കണക്കുകൾ സഹിതം ഇപ്പോൾ പുറത്തു വരികയാണ്. 34.12 ലക്ഷം രൂപ ചിലവഴിച്ചതായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി കുളിക്കാത്ത നീന്തൽക്കുളത്തിന് എന്തിനാണ് വർഷാവർഷം തോറും ലക്ഷങ്ങൾ ചിലവാക്കി പരിപാലനമെന്ന പേരിൽ നടത്തുന്നത്? ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ച് വെട്ടിച്ച് നടത്തിയ ആഡംബര ജീവിതത്തിന്റെയും കോടികളുടെയും ധൂർത്താണ് പുറത്തു വരുന്നത്. ക്ലിഫ് ഹൗസിൽ ചെടിച്ചട്ടി മുതൽ പുല്ല് വെട്ടുന്ന കത്രികയ്ക്ക് വരെ ലക്ഷങ്ങളുടെ കണക്കുകളാണ് പറയാനുള്ളത്. കാലിത്തൊഴുത്ത് പണിയുമെന്ന പ്രചരണം അസംബന്ധമാണെന്നും മതിലാണ് പണിയുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. റോഡ് സൈഡിലെ ഇടിഞ്ഞ മതിൽ പുതുക്കി പണിയാനാണ് തുക അനുവദിച്ചത്. കണക്ക് തയ്യാറാക്കുന്നത് താനല്ലെന്നും അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇത് പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് രേഖകൾ പുറത്തുവിട്ടത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ ക്ലിഫ് ഹൗസിന് വേണ്ടി ചിലവാക്കുന്നതാണോ അതോ തിരിമറിയാണോ എന്ന് ആർക്കും തന്നെ അറിയാത്ത സത്യം. പൊതുമരാമത്ത് വകുപ്പ് കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ പണം അനുവദിച്ചതിന്റെ രേഖകൾ ഫെബ്രുവരിയിലെ നിയമസഭാ സമ്മേളനത്തിലാണ് സഭയിൽ അവതരിപ്പിച്ചത്. മരാമത്ത് വകുപ്പാണ് സർക്കാർ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൗസിൽ മാത്രമായി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയത് 1.85 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് വകുപ്പിന്റെ രേഖകളിൽ പറയുന്നു. ക്ലിഫ് ഹൗസിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്തും നിർമ്മിക്കാൻ 34.12 ലക്ഷം രൂപ ചിലവഴിച്ചതായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖ. 2022 ജൂണിലാണ് കാലിത്തൊഴുത്തും മതിലിന്റെ ഒരു ഭാഗവും നിർമ്മിക്കാൻ മരാമത്ത് വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ പരിപാലനത്തിനായി 1.85 കോടി കൂടാതെ 38.47 ലക്ഷവും ചിലവഴിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നീന്തൽക്കുളത്തിന്റെ പരിപാലന ചുമതല നൽകിയത്. മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ കാലത്താണ് നീന്തൽക്കുളം നിർമ്മിച്ചത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കുളം നവീകരിച്ചത്. നീന്തൽക്കുളം നവീകരണത്തിനായി 18,06,785 രൂപയും റൂഫിന്റെ ട്രസ്റ്റ് വർക്കുകൾക്കും പ്ലാൻ റൂമിന്റെ നവീകരണങ്ങൾക്കുമൊക്കെയായി 7,92,433 രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി 5.93 ലക്ഷം രൂപയും ചിലവഴിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ക്ലിഫ് ഹൗസിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ചിലവഴിച്ച തുകകളും നമുക്കൊന്ന് നോക്കാം. ലിഫ്റ്റ് നിർമ്മിച്ച പേരിൽ 16,29,462 രൂപ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ലൈൻ തുടങ്ങിയവയ്ക്ക് 4,89,019 രൂപ, ജീവനക്കാരുടെ വിശ്രമ മുറിക്കായി ചിലവഴിച്ചത് 72,45,703 രൂപയാണ്. പെയിന്റിങ്ങിന് വേണ്ടി ചിലവഴിച്ചത് 6,89,194 രൂപ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ റൂമിലെ നിലത്തെ പലകകളുടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും 6,12,603 രൂപയോളമാണ് ഉപയോഗിച്ചത്. ചാണകക്കുഴിക്ക് പോലും 3,52,493 രൂപയാണ് ഉപയോഗിച്ചത്. മതിലിനും കാലിത്തൊഴുത്തിനും വേണ്ടി 34,12,277 രൂപയും ശുചിമുറിയും അനുബന്ധ അറ്റകുറ്റപ്പണിയും 1,03,047 രൂപയും സീലിംഗും കിച്ചൺ കബോർഡും അടക്കമുള്ളവയ്ക്ക് 2,42,247 രൂപയും ഷീറ്റ് റൂഫിലെ ഗ്രില്ലിന് 97,607 രൂപയും ഗാർഡ് റൂമിലെ അനുബന്ധ ജോലികൾക്ക് 1,36,472 രൂപയും മുറികളിലെ ഫ്ലോറിംഗും കിച്ചൺ ഷെൽഫും അടക്കമുള്ളവയ്ക്ക് 68,654 രൂപയും സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് 28,72,540 രൂപയും വാട്ടർ സപ്ലൈ അടക്കമുള്ളവയ്ക്ക് 43,170 രൂപയും ശുചിമുറി നവീകരണത്തിനായി 1,42,127 രൂപയും അടക്കമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇരിക്കുമ്പോഴും കേരളത്തിൽ ക്ലിഫ് ഹൗസ് ഉപയോഗിക്കാത്ത മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോഴാണ് നിലവിലുള്ള കേരള മുഖ്യമന്ത്രി ഇത്രയും അധികം പണം ചിലവാക്കി ആഡംബര ജീവിതം നടത്തുന്നത്. 1977 AK ആന്റണി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ അജന്ത എന്ന ബംഗ്ലാവിലായിരുന്നു ഔദ്യോഗിക വസതി.
കെ കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് 1995-96 ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ചനവും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2005-2006 കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസുമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത്. ധനമന്ത്രിയായിരുന്ന വക്കം പുരുഷോത്തമനും ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം ഉപ്പു മുതൽ കർപ്പൂരത്തിന് വരെ ലക്ഷങ്ങളുടെ കണക്കുകളാണ് പറയാനുള്ളത്. കേരള ചരിത്രത്തിൽ ആഡംബര ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന ലേബൽ കൂടി പിണറായിക്ക് സ്വന്തമാവുകയാണ്.